കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള മുള്ളരിങ്ങാട് നിന്നുള്ള കാട്ടാനകളെ നേര്യമംഗലം വനമേഖലയിലേക്ക് കടത്തിവിടുന്നതിനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കാഞ്ഞിരവേലി, കുളമാങ്കുഴി, പാട്ടിയിടമ്പ്, കമ്പിലൈൻ, വാളറ, പഴംപിള്ളിച്ചാൽ, ഒഴുവത്തടം, ആറാമേൽ, അഞ്ചാമേൽ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിൽ നിരന്തരമായ കാട്ടാന ശല്യമാണ് തുടരുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടേക്ക് ആനയെ എത്തിക്കാൻ നീക്കം നടക്കുന്നതെന്നും ജനങ്ങൾ ആരോപിച്ചു. മുള്ളരിങ്ങാട് നിന്നുള്ള കാട്ടാനകളെ നേര്യമംഗലത്ത് എത്തിക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത്. കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസ് പരിധിയിൽ വരുന്ന ജനവാസ മേഖലയിൽ ജനങ്ങളുടെ ജീവനും കൃഷിദേഹണ്ഡങ്ങൾക്കും ഭീഷണി ഉയർത്തിയിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ ഓടിച്ച് പെരിയാർ കടത്തി നേര്യമംഗലം വനമേഖലയിലേക്ക് കടത്തിവിടുന്നതിനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നത്. പഴംപിള്ളിച്ചാൽ, മാമലക്കണ്ടം, കാഞ്ഞിരവേലി, വാളറ, കമ്പിലൈൻ, പടിക്കപ്പ് മേഖലയിലെ ജനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നതായും ജനങ്ങൾ പറഞ്ഞു. ഈ മേഖലയിൽ കാട്ടാന നിരന്തരമായ കൃഷിനാശം വരുത്തുകയും ജനങ്ങളുടെ മരണത്തിന് വരെ കാരണമായ സാഹചര്യം നിലനിൽക്കുകയാണ് മുള്ളരിങ്ങാട് നിന്നുള്ള കാട്ടാനകളെ കൂടി നേര്യമംഗലത്തെത്തിക്കുവാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനെ ശക്തമായി എതിർക്കുന്നതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വാളറ ഡിവിഷൻ മെമ്പർ എം.എ. അൻസാരി പറഞ്ഞു. നേര്യമംഗലം വനമേഖലയിലേക്ക് മുള്ളരിങ്ങാടിൽ മാസങ്ങളായി തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ കടത്തിവിടുവാനുള്ള തീരുമാനം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പഴംപിള്ളിച്ചാൽ, മാമലക്കണ്ടം, അതുപോലെ കാഞ്ഞിരവേലി, വാളറ, കമ്പിലൈൻ മേഖലയിലുള്ള ജനങ്ങൾ, പടിക്കപ്പ് മേഖലയിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനോട് എതിർക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ എം.എൽ.എയുടെ നേതൃത്വത്തിൽ, കോതമംഗലത്ത് എം.എൽ.എയുടെ നേതൃത്വത്തിലാണ് അവിടെ യോഗം കൂടുകയും ആ ആനകളെ മുള്ളരിങ്ങാടിൽ നിന്ന് നേര്യമംഗലം വാളറ മേഖലയിലേക്ക് കടത്തിവിടുവാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഇവിടെ നിരവധി മരണങ്ങൾ തന്നെ കാട്ടാന കൂട്ടം ആക്രമിച്ച് മരിക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി ജനങ്ങളുടെ ജീവനും സ്വത്തും അതുപോലെ തന്നെ കൃഷിയിടങ്ങളെല്ലാം തീർത്തും നശിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ്. ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ശക്തമായി നേരിടും. മുള്ളരിങ്ങാട് നിന്ന് കാട്ടാനകളെ തുരത്തി ജനവാസ മേഖലകളായ ചെമ്പൻകുഴി, നീണ്ടപാറ എന്നിവിടങ്ങളിലൂടെ പെരിയാർ കടത്തി കാഞ്ഞിരവേലിയിലെത്തിച്ച് നേര്യമംഗലം വനത്തിലേക്ക് കയറ്റിവിടുന്നതിനാണ് വനം വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 6 മാസം മുമ്പ് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചിരുന്നു. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിഷേധം വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇവിടേക്ക് മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്നുള്ള ആനകളെ കൂടി എത്തിക്കുന്നതിന് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ആളുകളുടെ സ്വത്തിനും ജീവനും കാട്ടാന ഭീഷണിയായി നിലനിൽക്കെ മറ്റിടങ്ങളിൽ നിന്നും ആനകളെ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമുയരുമെന്നും എം.എ. അൻസാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.